Morning to all. Welcome to Bosco Campus Vision. This is Asha SP, Assistant Professor of PG Department of Commerce. So we are on the 13th lecture of Income Tax Law and Practice. We are dealing with the first module, Profit and Gains from Business or Profession. So in the last class we have discussed about what is the meaning of the term written down value and what are the steps to compute depreciation allowance. എങ്ങനെയാണ് നമ്മൾ depreciation allowance കണ്ടുപിടിച്ചതാണ് നമ്മൾ കഴിഞ്ഞ steps ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. സോ നമ്മൾ പഠിച്ചായിരുന്നു first we have to classify the assets on the base of the rate of depreciation. റേറ്റിന്റെ ബേസിൽ അസറ്റ്സ് ക്ലാസിഫൈ ചെയ്യുക, എന്നിട്ട് പുതിയ അസറ്റ് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആക്ച്വൽ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുക, എന്തെങ്കിലും ഐറ്റംസ് ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിൽ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത ഒരു പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഒരു ചെറിയ പ്രോബ്ലം ആണ്, നമുക്ക് ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഡെപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് നോക്കുക. So first one is നമ്മുടെ പ്രോബ്ലം നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഇതാണ്. The written down value as on 1st April 2019 is as given below. Written down value ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഇതിൽ നിന്നും depreciation കണ്ടുപിടിക്കാൻ പോവാ. So we have office building 2 lakh rupees, factory building 5 lakh rupees, residential building 6 lakh rupees, machinery 8 lakh rupees. Depreciation ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് first we have to write the heading computation of depreciation allowance for the assessment year 2020-21 or for the previous year 2019-20. ഏത് വേണമെങ്കിലും എഴുതാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഐദർ രണ്ടും കൂടെ എഴുതാതിരുന്നാൽ മതി, ഒന്നെങ്കിൽ previous year 2019-20 എന്ന് എഴുതാം, അല്ലെങ്കിൽ assessment year 2020-21 എന്ന് എഴുതാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന അസറ്റ്സിൽ എത്ര ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചു വി ഹാവ് ടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റിൽ വി ഹാവ് ബിൽഡിംഗ്, പ്ലാൻ, മെഷീനറി, ഫർണിച്ചർ. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ വി ഹാവ് ടെക്നിക്കൽ നോ ഹൗ. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ നമുക്ക് ബ്ലോക്ക് ആവേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ റേറ്റേ ഉള്ളൂ, ദാറ്റ് ഇസ് 25%. അപ്പോൾ ഇവിടെ ടാഞ്ചിബിൾ അസറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ടാഞ്ചിബിൾ അസറ്റ്സിൽ വി ഹാവ് ഓഫീസ് ബിൽഡിംഗ്, ഫാക്ടറി ബിൽഡിംഗ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആൻഡ് മെഷീനറി. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തം 2 ബ്ലോക്ക് നമുക്കുണ്ട്. 2 ടൈപ്പ് ഓഫ് അസറ്റ്സ് ആണുള്ളത്, മെഷീനറിയും ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് അസറ്റ് ആണുള്ളത് ടാഞ്ചിബിൾ അസറ്റിൽ തന്നെ. ഫസ്റ്റ് വൺ ഇസ് ബിൽഡിംഗ്, സെക്കൻഡ് വൺ ഇസ് മെഷീനറി. സോ ബിൽഡിംഗിൽ തന്നെ നമ്മൾ 3 കാറ്റഗറി പഠിച്ചായിരുന്നു, റെസിഡൻഷ്യൽ ബിൽഡിംഗ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, വുഡ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്, ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ട്. അപ്പം ഓഫീസ് ബിൽഡിങ്ങും ഫാക്ടറി ബിൽഡിങ്ങും നമുക്ക് ഏത് ബ്ലോക്കിൽ പെടുത്താം? കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്നുള്ള ബ്ലോക്കിൽ പെടുത്താം. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ദാറ്റ് മീൻസ് ബിൽഡിംഗ് യൂസ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. ദെൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്നുള്ള കാറ്റഗറിയിൽ. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലേ? അപ്പോൾ we have 3 block of asset: residential building, commercial building, machinery, plant and machinery. What is the rate of depreciation of residential building? 5%. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെ റേറ്റ് സെയിം ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഒറ്റ ബ്ലോക്കിൽ പെടുത്തിയത്. സോ ദ റേറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഇസ് 10% ആൻഡ് ദ റേറ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് 15%. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. So first we have to write the heading computation of depreciation allowance for the assessment year 2020-21. Then നമ്മൾ ഓരോ ബ്ലോക്ക് നമുക്ക് മൊത്തം ഇവിടെ 2 കോളം വേണം. ഒന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ എഴുതാനും ഒന്ന് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. 2 കോളം വേണം, ഒന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ, ഒന്ന് ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ബ്ലോക്ക് 1 റെസിഡൻഷ്യൽ ബിൽഡിംഗ്. വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് കോസ്റ്റ് ഓഫ് സച്ച് ബിൽഡിംഗ്? 6 lakh. അപ്പം നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂയിൽ 6 lakh എഴുതി. ഇനി 6 lakhന്റെ 5% ആണ്, 5% ആണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. അതാണ് ഇവിടെ വരുന്നത് 30%. 6 lakhന്റെ 5%. ഓക്കെ, ആ ബ്ലോക്ക് കഴിഞ്ഞു, ആ ബ്ലോക്കിന്റെ ഡിപ്രീസിയേഷൻ തീർന്നു. ദെൻ സെക്കൻഡ് ബ്ലോക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്. വാട്ട് ഇസ് ദ റേറ്റ്? അപ്പം നമ്മൾ ആദ്യം ബ്ലോക്ക് 1 എഴുതുക, അത് ഏത് കാറ്റഗറിയിലാണെന്ന് എഴുതുക, റേറ്റ് എഴുതുക. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, നമുക്ക് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ തന്നിട്ടില്ല. ഞാൻ റേറ്റ് പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു എല്ലാ റേറ്റും നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഇപ്പം മനസ്സിലായില്ലേ? നമുക്ക് ചില ക്വസ്റ്റ്യൻ നമുക്ക് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ തരത്തില്ല. സോ സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ എഴുതി, ഏത് കാറ്റഗറിയിൽ വരുമെന്ന് എഴുതി, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എഴുതി. ഇങ്ങനെ തന്നെ ഈ സ്റ്റെപ്പിൽ മാത്രം നിങ്ങൾ ചെയ്യാവൂ. അപ്പം നമുക്ക്
ബിൽഡിംഗ് ഉണ്ട്, ഫാക്ടറി ബിൽഡിംഗ് റുപ്പീസ് 2 lakh, ഓഫീസ് ബിൽഡിംഗ് റുപ്പീസ് 5 lakh. സോ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ WDV എന്ന് പറയുന്നത് 7 lakh ആണ്. 7. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് അതിന്റെ 10% കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 lakhന്റെ 10% 20,000, 5 lakhന്റെ 10% 50,000 രണ്ടും കൂടെ ആഡ് ചെയ്യുക, നമ്മുടെ 70,000 കിട്ടും. അതിലും നല്ലത് ഒരു ബ്ലോക്കിൽ വരുമ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിലൊറ്റ റേറ്റ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി, 70,000. Are you clear? And the third one is block 3, plant and machinery. അത് മൂന്നാമത്തെ ബ്ലോക്കാണ്. ആൻഡ് വാട്ട് ഇസ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ? പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 15%. അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 8 lakh ആണ്. സോ അത് നമ്മൾ എഴുതി. സോ 8 lakhന്റെ 15% അപ്ലൈ ചെയ്യുക. സോ നമുക്ക് എത്ര കിട്ടും? 1,20,000. അപ്പോൾ നമ്മൾ ഈ 3 ബ്ലോക്കിൽ നിന്ന് നമുക്ക് 3 ഡിപ്രീസിയേഷന്റെ റേറ്റ് അലവൻസ് കിട്ടി. 30,000, 70,000, 1,20,000. സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മളുടെ ഡിപ്രീസിയേഷൻ അലവൻസ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ അപ്പൊ നമ്മൾ എന്തിനാണ് നമ്മൾ 2 കോളായിട്ട് ഡിവൈഡ് ചെയ്തത്? നമുക്ക് ഡിപ്രീസിയേഷൻ അലവൻസ് പെട്ടെന്ന് ആഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ 2 കോളായിട്ട് എഴുതിയത്. സോ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 30,000 പ്ലസ് 70,000 പ്ലസ് 1,20,000, ദാറ്റ് ഇസ് 2,20,000. ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അലവൻസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒന്നുമില്ല. പുതിയ മെഷീനറി നമ്മൾ വാങ്ങുന്നില്ല, ഒരെണ്ണം സെയിൽ ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയുക, ഇതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സ്റ്റെപ്സ് നോക്കില്ലേ, അത് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യിപ്പിച്ചത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക അഡ്ജസ്റ്റ്മെന്റ് ഉള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ടുഡേ സെഷൻ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക, ഒരു പ്രാവശ്യം എഴുതി ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ടുഡേ സെഷൻ. സോ ദിസ് ഇസ് ആശ എസ് പി സൈനിങ് ഓഫ് ഫ്രം ബോസ്കോ ക്യാമ്പസ് വിഷൻ.